പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരൊക്കെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. I praise God for this wonderful time that He has given me to stand in your midst with the Word of God. പ്രത്യേകിച്ച് ഞങ്ങൾ അപ്പനും മകനും ഒന്നിച്ച് ഈ വേദിയിലായിരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ച് ഈ വേദിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കി അവൻ്റെ വലിയ നാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. Praise God because I'm standing with my son and this is not the first time and I praise God for that opportunity. Praise the Lord. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്ക്, ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. I greet the pastors and all the children of God present here in the matchless name of the Lord. ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഷെയർ ചെയ്തതായ ഒരു വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. I'm just going to continue what I was sharing with you in the past days. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് അതിനാധാരമായിട്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. 2 Peter chapter 1 verse 1 is the guided verse that I want to read today. ഞാനിതിവിടെ വായിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. Simon Peter, a bondservant and apostle of Jesus Christ, to those who have received a faith of the same kind as ours by the righteousness of our God and Savior Jesus Christ. കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു, ഈ വിശ്വാസത്തെ ഞാൻ 4 ആയിട്ട് വേർതിരിച്ച് 4 പോയിൻ്റായിട്ടാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ അന്ന് 2 പോയിൻ്റ് മാത്രമേ പറയുവാൻ കഴിഞ്ഞുള്ളൂ. The other day, as I was sharing with the same verse, I had pointed out 2 points from the same verse about the different type of faith. അന്ന് ഇല്ലാതിരുന്നവർക്കായിട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഷോർട്ടായിട്ട് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് വിശ്വാസം എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചതായിരുന്നു. And for those who were not present that day, I just wanted to briefly share what I shared that day. What is faith? അന്ന് ഞാൻ ദീർഘമായ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എന്താണ് വിശ്വാസം എന്നുള്ളത് ചുരുക്കി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. കംപ്ലീറ്റ് ട്രസ്റ്റ് ഓർ കോൺഫിഡൻസ് ഇൻ സംവൺ ഓർ സംതിങ്. I had described what is faith, and it is the complete trust and confidence in somebody or something. വിശ്വാസം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, വിശ്വാസം. And in Malayalam there is only one meaning of or the word for word faith. ഇംഗ്ലീഷിൽ അതിന് ഫെയ്ത്ത് എന്ന് പറയും, ബിലീഫ് എന്ന് പറയും, ട്രസ്റ്റ് എന്ന് പറയും, കോൺഫിഡൻസ് എന്നൊക്കെ പറയാറുണ്ട്. And in English there are multiple terms that are used for faith: belief, confidence, trust, and so on. എന്താണ് ഒരിക്കൽ കൂടി ഈ വിശ്വാസം എന്ന് ആവർത്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ 4 പോയിന്റ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. There are 4 points about faith that I want to share today. 1, സാധാരണ വിശ്വാസം, നോർമൽ ഫെയ്ത്ത്. And the first one is called normal faith. ഞാനതിവിടെ വിശദീകരിച്ചതായിരുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. രണ്ടാമത്തേത് ബലഹീന വിശ്വാസം അല്ലെങ്കിൽ വീക്ക് ഫെയ്ത്ത്. And the second one is called weak faith. ഇന്ന് 3-ാമത്തേതും 4-ാമത്തേതുമായ ചിന്തകളാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. I just want to go on to the third and the fourth type of faith. 3-ാമത്തേത് യഥാർത്ഥ വിശ്വാസം അല്ലെങ്കിൽ ട്രൂത്ത് ഫെയ്ത്ത്. ട്രൂ ഫെയ്ത്ത്. The third one is the true faith. ഇവിടെ എബ്രായ ലേഖനമാണ് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വെളിപ്പാട് നമുക്ക് നൽകിത്തരുന്നത്. എന്താ വിശ്വാസം എന്നുള്ളത്
എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയും. In Hebrews chapter 11, we know that it talks about what is the real faith. ഇവിടെ പറയുന്നുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. And now faith is the assurance of things hoped for and the convictions of things not seen. ഇവിടെ ധാരാളം വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. And there's a lot of warriors of faith that are being described in this chapter. അതിൽ 1-ാമത്തെ പേര് പറഞ്ഞിരിക്കുന്നത് ഹാബേലിന്റെ പേരാ. And the first name is of Abel. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. And in verse 4 it says, by faith Abel offered to God a better sacrifice than Cain, through which he obtained the testimony that he was righteous. ഹാബേല് അവന്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് എപ്രകാരമാ തെളിയിച്ചതെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. And here it describes how Abel had proven his faith. അവിടെ പറയുന്നത് നമുക്കറിയാം, ഹാബേലിനെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. ഹാബേലും കായീനും രണ്ടുപേരും യാഗം കഴിക്കാൻ ദൈവസന്നിധിയിൽ കടന്നുപോയി. And we know about the story of Abel and Cain. They went to offer their sacrifices. അവർ രണ്ടുപേരും ദൈവത്തിന് യാഗം കഴിച്ചു. And they offered their sacrifice to God. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നാം വായിക്കുന്നുണ്ട്, എന്നാൽ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കായിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. In the book of Genesis we read that God was pleased with the sacrifice of Abel but not pleased with the sacrifice of Cain. ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഹാബേൽ തന്റെ വിശ്വാസം തെളിയിച്ചത് അവന്റെ ആരാധനയിൽ കൂടെയാ. And here it says that Abel's faith was proven because of his worship. ഇവിടെ പറയുകയാണ്, ദൈവിക പ്രമാണത്തിന് അനുസരിച്ച് അവൻ യാഗം കഴിച്ചു. And it is because he had offered the sacrifice according to the doctrine. അങ്ങനെ യാഗം കഴിച്ചതുകൊണ്ട് ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. And here we read that God testified to his sacrifice because he അപ്പോൾ offered in such a way. നമ്മുടെ ആരാധനയിൽ കൂടെയാണ് ഒരു വിശ്വാസം തെളിയിക്കേണ്ടത്. And it is through our worship that we have to testify our faith. നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ മൗനമായിരിക്കുകയും ചെയ്താൽ എന്താ അതിന്റെ അർത്ഥം? And if we come to the worship and then we are quiet during the worship, what ഇവിടെ does that mean? ഇവിടെ പറയുന്നു, ദൈവത്തിന് പ്രസാദമുള്ളതായ യാഗം അവൻ കഴിച്ചതുകൊണ്ട് ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചു, അത് മാത്രമല്ല അവന് സാക്ഷ്യം ലഭിച്ചു. And here we read that God was pleased with the sacrifice and he obtained the testimony for that sacrifice. അപ്പോൾ ആരാധനയിൽ കൂടി നമ്മുടെ വിശ്വാസം തെളിയിക്കണം. And it is through the worship that we have to prove our faith. ദേവദാസന്മാരൊക്കെ ഇവിടെ പറയാറുണ്ട്, ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പലപ്പോഴും നമ്മൾ കൈകെട്ടിയൊക്കെ നിൽക്കും, കൈ അടിക്കാൻ പോലും പലപ്പോഴും നമുക്ക് കഴിയുകയില്ല. എന്നാൽ യഥാർത്ഥ ആരാധന എന്ന് പറയുമ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ പ്രമാണിച്ച് അത് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. And sometimes we come to the service and we do not have the mindset to worship, but the scripture says that we have to worship according to how the scripture says. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനിടയായി. കായീനും ഹാബേലും രണ്ടുപേരും യാഗം കൊണ്ടാ പോയത്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ദൈവം അവിടെ യാഗത്തിൽ ഒരാളുടെ യാഗത്തിൽ മാത്രം പ്രസാദിച്ചു, മറ്റവന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല? I keep thinking both of them had offered the sacrifices, but why did God just was pleased with Abel and did not pleased with Cain's offering? ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ആരാധനയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് അവർക്ക് കൊടുത്തിരുന്നു. And we can understand here that God had given them a revelation about how to worship. അങ്ങനെയെങ്കിൽ
പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിലും ദൈവം തന്നിരിക്കുന്ന പ്രമാണമുണ്ട്. അതിനനുസരിച്ച് നാം ആരാധിച്ചാൽ ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കും. According to the New Testament, there is a guidance for the worship, and we have to worship within that guidance. രണ്ടാമതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് ഹാനോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. And second, we see Enoch here. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. And verse 5 says, by faith Enoch was taken up so that he would not be seen death, and he was not found. അടുത്ത വാക്യം, അടുത്ത കാര്യം പോയിന്റ് പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപ് സാക്ഷ്യം പ്രാപിച്ചു. And in the second portion it says that for he obtained the witness that before he's been taken he was pleasing to God. ഇവിടെ അവൻ എന്താ ചെയ്തത് ദൈവസന്നിധിയിൽ? What did he do in the presence of God? എന്തായിരുന്നു അവന്റെ വിശ്വാസം? What was his faith? അവൻ എന്താ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ കൂടെ നടന്ന്? And what did he do while he was walking with God? നാം വായിക്കുന്നുണ്ട്, അവന് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന്. And we read in Genesis that for 300 years he was walking with God, and God took him and he was not found. എന്നാൽ വിശ്വാസത്താൽ അവൻ പ്രവർത്തിച്ചത് എന്താണ് എന്ന് യൂദ അപ്പോസ്തലന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. And in the letter epistle of Jude it says that what was the faith he was operating under. യൂദയുടെ ലേഖനം അതിൻ്റെ 14-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവൻ ദൈവത്തോടുകൂടെ നടക്കുക മാത്രമല്ല ചെയ്തത്, അവൻ ദൈവം കൊടുത്ത കാഴ്ചപ്പാടിന് അനുസരിച്ച് പ്രവചിച്ചു. And in verse 14 it talks about Enoch, what he was doing, that he prophesied through the generations. ഇവിടെ 14-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു, ആദാം മുതൽ 7-മനായ ഹാനോക്കിനെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്നെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടി വരുന്നു എന്നവൻ പ്രവചിച്ചു. In verse 14 and 15 it says it was also about these men that Enoch in the 7th generation of Adam prophesied, saying, behold, the Lord came with many thousands of his holy ones to execute judgment upon all and to convict all the ungodly. അവൻ പ്രവചിച്ചത് ഭക്തിവിരുദ്ധമായി ദൈവസന്നിധിയിൽ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും ന്യായവിധി ഉണ്ട് എന്ന് അവൻ പ്രവചിച്ചത്. What was he prophesying is that God is going to judge the ungodly ways. അതിനുവേണ്ടി ദൈവം വരുമെന്ന് അവൻ പ്രവചിച്ചു. And he also prophesied that God was going to ascend to judge these people. അപ്പൊ ദൈവത്തോട് കൂടെ നടന്നാൽ പോരാ, പിന്നെയോ നീതിയായ കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ ധൈര്യമുള്ളവരായിരിക്കണം ദൈവമക്കൾ. And the second thing is that not only walk with God but also prophesy against the ungodly way. അനീതി കണ്ടാൽ വിളിച്ചു പറയുന്നവർ എന്ന് വെച്ചാൽ അതിനെ ഓർമ്മപ്പെടുത്തുന്നവരായിരിക്കണം ദൈവമക്കൾ. And the children of God should remind people of their ungodly ways. ഇവിടെ പറയുന്നത് ഭക്തിവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തവരെ അവൻ ഓർമ്മപ്പെടുത്തിയെന്ന്. And it reads that he reminded the deeds of the ungodly. എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അടുത്ത വ്യക്തിയെ കുറിച്ച് പറയുന്നു, നോഹ എന്ന് പറയുന്ന വ്യക്തി. And in Hebrews chapter 11 we come back to verse 7. It talks about Noah. നോഹയെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയുവാൻ കഴിയും. അവന് വിശ്വാസത്താൽ ഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി
ഒരു പെട്ടകം തീർത്തു. And in verse 7, it says that by faith Noah, being warned by God about all things yet seen, he prepared an ark for the salvation of his household. ദൈവത്തിൽ നിന്ന് അവൻ അരുളപ്പാടുണ്ടായി കഴിഞ്ഞപ്പോൾ When he got the revelation from God, ദൈവം അവനോട് പറഞ്ഞത് അവന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം പെട്ടകം ഉണ്ടാക്കാനല്ല, God did not tell him just to build an ark for his family. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു അവൻ ഭയഭക്തി പൂണ്ട് ദൈവം പറഞ്ഞതുപോലെ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി അവനൊരു പെട്ടകമുണ്ടാക്കി. But it reads here that in reverence he prepared an ark for the salvation of his household. അപ്പൊ ദൈവത്തെ അവൻ കടന്ന് വിശ്വസിച്ചു. And here we see that he believed in അപ്പൊ God. വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം. And the faith should also be the faith so that it can save our family. നമ്മൾ പലപ്പോഴും പറയും എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ വിശ്വാസിയാ, എന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? And we would say that I have the faith, but what about our family? ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുടുംബം നശിച്ചു പോകരുത്. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And if we believe, our family should also be saved and it should not perish. നമുക്കറിയാൻ കഴിയും നോഹ ഏകദേശം 120 വർഷം പ്രസംഗിച്ചു എന്ന് നാം വായിക്കുന്നത്. And we read that Noah had preached for 120 years. ദൈവം അവനോട് പറഞ്ഞതുപോലെ സകല അളവുകളും ഒരേ രീതിയിൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവൻ പെട്ടകമുണ്ടാക്കി. ഈ നാളുകളൊക്കെയും അവൻ കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പ്രസംഗിച്ചു. And we read that he built the ark according to the measurements given by God, and all these while he was preaching for the deliverance of the households. എന്നാൽ ഒരു കുടുംബവും രക്ഷപ്പെട്ടില്ല. And we read that none of the others were പക്ഷെങ്കിൽ saved. അവന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ അവന് കഴിഞ്ഞു. And we read that his household was saved. അവിടെ വായിക്കുന്നത് അവൻ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. And here we read that he built an ark for the salvation of his household. ചരിത്രഭാഗം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. We know the history, so I'm not going to go into detail. അടുത്ത ആളിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് അബ്രഹാം എന്ന വ്യക്തിയാണ്. And we read in verse 8 about Abraham. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് പുറപ്പെട്ടു എന്ന്. And by faith Abraham, when he was called, obeyed by going out to the place he was to receive his inheritance. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്നാണ് നാം പറയുന്നത്. And we know that we call Abraham as the father of the believers. അബ്രഹാം ഇല്ലാത്ത ഒരു പ്രസംഗം നമുക്കുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think that we have a sermon without preaching about Abraham. പല വ്യക്തികളെയും നമ്മൾ കൂടുതലായി എടുത്തു കാണിച്ച് പ്രസംഗിക്കാറുണ്ട്. And sometimes we kind of specify some of എന്നാൽ the അബ്രഹാമിനെ കുറിച്ച് ഇന്ന് പകൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു. And what kind of faith did Abraham have? അബ്രഹാമിന് 3 തരത്തിലുള്ള വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. And we read that he had 3 different types of faith. ഒന്നാമത്തേത് അവന്റെ വിശ്വാസം 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനെന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടാറേ. And here it says that by faith Abraham, when he was called, obeyed by going out to a place. അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. And it says that obeyed by going out without knowing where he was going. താഴോട്ടുള്ള വേദഭാഗം വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ
ചെന്ന് പാർക്കുവാനിടയായി. And in the next verse it says, by faith he lived as an alien in a land of promise. അവൻ മാത്രമല്ല, അവന്റെ മകനായി ഇസ്ഹാക്കും അവന്റെ കൊച്ചുമകനായി യാക്കോബും ഒന്നിച്ച് ആ ദേശത്ത് പാർത്തുവെന്നാണ് നാം വായിക്കുന്നത്. And there it says, dwelling in tents with Isaac and Jacob, fellow heirs of the same promise. അവിടെ അബ്രഹാമിന്റെ വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ, ഒന്നാമത് അവൻ വിശ്വസിച്ചത് അവന് ഒരു ഭവനം ഈ നാട്ടിലില്ലെന്നുള്ളതാണ്. And the first thing that he believed, that he does not have a house ഈ in this ദേശം nation. എന്റേതല്ല എന്ന് അവൻ വിശ്വസിച്ചത്. And he believed that this is not my place to be. ഇവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. അവന് ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, And it says that he was dwelling in tents with Isaac and Jacob. അവൻ ഇവിടുത്തെ ഭവനമല്ല നോക്കിയത്, പിന്നെയോ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ ഒരു നഗരത്തിനായി അവൻ കാത്തിരുന്നു. And in the next verse it says that he was looking forward to the city with the foundation that God had set. ഒന്നാമത്തെ വിശ്വാസം അതായിരുന്നു, എന്നെ വിളിച്ചത് ഞാൻ ഇവിടെ നിൽക്കാനല്ല, എനിക്കൊരു നഗരമുണ്ട്. And the first kind of faith is that he believed that he does not belong to this land. God has not called me to be here. രണ്ടാമത് അവൻ വിശ്വസിച്ചത്, റോമാലേഖനം 4:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവന് ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്നു. And in Romans chapter 4 verse 17 to 19 it reads that without becoming weak he contemplated that about his faith. അവിടെ വായിക്കുന്നത് ഇങ്ങനെ, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. Here it reads that he was not weakened in his faith. ദൈവം അവനോട് പറഞ്ഞത് നൽകിത്തരുവാൻ വിശ്വസ്തനെന്ന് അവൻ വാസ്തവമായി വിശ്വസിച്ചുകൊണ്ട് അതിനായി കാത്തിരുന്നു. And it says that he, without becoming weak in his faith, he contemplated for the good deed that God was going to give him. അവിടെ രണ്ടുപേരുടെയും ശരീരം ക്ഷീണിച്ചിരുന്നു എന്നും, എന്നാൽ ആ ശരീരത്തിന്റെ ക്ഷീണം വകവയ്ക്കാതെ ദൈവം അവനോട് പറഞ്ഞതിനു വേണ്ടി അവൻ കാത്തിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. And it reads that even though their bodies were weak, his faith was strong, and then he kept on with that promise. അപ്പോൾ തലമുറയ്ക്ക് വേണ്ടിയുള്ളതായ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനു വേണ്ടി അവൻ വിശ്വാസത്തോടെ കാത്തിരുന്നു. അതൊരു യഥാർത്ഥ വിശ്വാസമാണ്. And the third thing is that he was waiting for a generation, and he patiently waited, and that was a strong faith. എബ്രായലേഖനം 11:17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അബ്രഹാമിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ അവന്റെ വിശ്വാസം എന്താണെന്നറിയാമോ? And in verse 17 again in Hebrews 11 it says the third type of faith that Abraham had. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ അവൻ യഥാർത്ഥമായി ഉറച്ചു നിന്ന് അവൻ യാഗം കഴിച്ചു. And in verse 17 it says that when he was tested, as he was receiving the promises, with his son. താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ അവൻ യാഗമർപ്പിച്ചു. And it says that when he was tested, he offered Isaac his son. എന്തായിരുന്നു അവന്റെ വിശ്വാസം എന്നറിയാമോ? ഞാൻ ഈ മകനെ ഇവിടെ യാഗമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ യാഗമർപ്പിക്കുന്ന ചാരത്തിൽ നിന്ന് എനിക്കൊരു സന്തതിയെ ജനിപ്പിച്ചു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ള വിശ്വാസമായിരുന്നു അവന്റെ ജീവിതത്തില്. And then he had the faith that even from the ashes God can raise up a generation for me. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന്
ഇന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. And that is the reason why Abraham is still called the father of believers. 3 രീതിയിലുള്ള വിശ്വാസമായിരുന്നു അവൻ്റേത്. He had 3 kinds of faith. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അവസാനത്തെ ആ വാക്യം 39-40 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്രകാരമാ. എബ്രായ ലേഖനം 11 അധ്യായം 39-40 വാക്യങ്ങൾ. ആ പ്രൈസ് ദി ലോർഡ്. 13 വാക്യത്തിലും അത് തന്നെ പറയുന്നുണ്ട്. ഇവിടെ അനേക വിശ്വാസ വീരന്മാരുടെ പട്ടികകൾ നമുക്ക് കാണാൻ കഴിയും. And in verse 39 and 40, it talks about all the warriors of faith that are being ഇത്രമാത്രം mentioned. വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ നിരത്തി വെച്ച ശേഷം പറയുകയാണ്, ഇവരൊക്കെയും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ മരിച്ചു. And it says that all of these people passed on without receiving that promise. അവരിതുവരെ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല, അവർ പ്രാപിക്കും, അത് നമ്മോട് കൂടെ ആയിരിക്കുമെന്നാ. And they have not received the covenant yet, Praise the but Lord. they will receive with us. നമ്മുടെ പദവി എത്ര ശ്രേഷ്ഠമാണെന്ന് ഓർക്കണം ദൈവമക്കളെ. And we should remember Hallelujah. how precious is our calling. ഇത്രമാത്രം വലിയ വിശ്വാസമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. And this is the precious type of faith that God has given us. അതുകൊണ്ടാ ഈ വിശ്വാസത്തെ വിലയേറിയ വിശ്വാസം എന്ന് പറയുവാൻ And കാരണം. that's why we call it the precious faith. Praise the Lord. Hallelujah. നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം ചെറുതല്ല. ഞാൻ അതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാ. എന്താ ഇത് വിലയേറിയ വിശ്വാസം എന്ന് പറയുവാൻ കാരണം? And why do we call our faith the precious faith? ഇത്രയും വിശ്വാസ വീരന്മാരുടെ പട്ടികയൊക്കെ പറഞ്ഞിട്ട് 12-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. And after mentioning all these warriors of faith in chapter 12 verse 1, it talks about എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞ ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന പാപം വിട്ട് യഥാർത്ഥമായി സ്ഥിരതയോടെ ഓടുക. And after mentioning about all these warriors of faith, the apostle is talking about in chapter 12, it says that we have a great cloud of witness, so let us lay aside all the sins and run this race. വിലയേറിയ വിശ്വാസം മുറുകെ പിടിക്കണമെങ്കിൽ ഇവിടെ പറയുന്നു, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അത് മാത്രമല്ല, പലരും ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയി. എന്നാൽ അവരോടൊപ്പം നമുക്ക് യഥാർത്ഥമായി ഒരു നിത്യത പ്രാപിക്കണമെങ്കിൽ, രക്ഷാപൂർത്തി പ്രാപിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നാം സ്ഥിരതയോടെ ഓടിയ മതിയാകുള്ളൂ. And here it says that we cannot focus on all these people, but we need to focus on something so that we can hold on to this precious faith and run this race. 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്ന സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ആ വേദഭാഗം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എബ്രായ ലേഖനം 12-1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നാം എപ്രകാരം സ്ഥിരതയോടെ ഓടണമെന്നാണ്. And you can read chapter 12 verse 1-4 at home. It talks about how we should run the race in a steady manner. ഈ വിലയേറിയ വിശ്വാസം എന്ന് പറയുന്നത് ഇത് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. And we should grow this precious type of faith. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. We all have faith. പക്ഷെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ വളർത്തിയെടുക്കണം. And we should grow our faith. നമ്മളൊരു ചെടി നട്ടാൽ
And if അതിനു we വേണ്ട do- വളം കൊടുക്കും. And if you plant a shoot, then we provide it with fertilizer, അതിനു വേണ്ട വെള്ളം കൊടുക്കും. and we would water the plant, അതിനു വേണ്ട സംരക്ഷണങ്ങളൊക്കെ നമ്മൾ ചെയ്യും. and we would take care of the plant. ഇതുപോലെ ആ വിശ്വാസം And this is how faith നമ്മുടെ should be. ഉള്ളിൽ നാം വളർത്തിയെടുക്കുന്ന വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉരുവായിരിക്കുന്ന ആ വിശ്വാസത്തെ നാം എപ്രകാരം പരിപാലിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ രക്ഷാപൂർത്തി പ്രാപിക്കാൻ കഴിയുള്ളൂ. And we should also grow and take care of our faith so that we can attain that. അതിനുവേണ്ടി നാം അധ്വാനം ചെയ്തേ മതിയാകത്തുള്ളൂ. And we should work hard to keep our faith intact. ഈ വിശ്വാസം നമുക്ക് തന്നവൻ വില കൊടുത്തായി വിശ്വാസം നമുക്ക് തന്നത്. And the Lord gave us His faith by paying a price. നമ്മുടെ യേശു കർത്താവ് ഈ വിശ്വാസം നമ്മളിൽ വരുത്തുവാൻ അവൻ വലിയ വിലയാ കൊടുത്തത്. And it says that our Lord Jesus paid the price so that we can have this faith. മണിക്കൂറുകളോളം അവൻ വേദന അനുഭവിച്ച് അവസാനം കാൽവരിയിൽ കിടന്ന് ഇപ്രകാരം പറഞ്ഞു, പിതാവേ എനിക്കിത് കഴിയത്തില്ല. And for hours and hours he suffered the agony in the cross, പക്ഷെ and then at the end he said, നമ്മെ ഓർത്തുകൊണ്ട് അവൻ പറഞ്ഞു, and he was remembering us when he was suffering. നമുക്കറിയാം ഗത്സമനയിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഇത് വഹിക്കാൻ കഴിയുന്നില്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് ഒന്ന് നീക്കി തരണമേ. And in the Garden of Gethsemane he had prayed that if possible, please remove this cup from me. എന്നാൽ ഈ വിശ്വാസം നമ്മിൽ വളർത്തുവാൻ അവൻ അവസാനം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, വേണ്ട കർത്താവേ ഇത് നിന്റെ ഹിതമാണെങ്കിൽ ഞാൻ ഈ പാനപാത്രം കുടിച്ചോളാം. And then finally he prayed that if it is your will, God, let it happen to me. കാൽവറിയിൽ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ, പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. And in the cross of Calvary he also prayed that I submit my spirit into your hands, God. ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ യേശു കർത്താവ് ഇതിനു വേണ്ടി വില കൊടുത്തതാ. And we should know that Jesus had paid the price for our faith. അതുകൊണ്ട് ഇതിനു വേണ്ടി നാമും വില കൊടുത്തേ മതിയാകത്തുള്ളൂ. And for this faith we also should pay a price. യൂദയുടെ പുസ്തകത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. യൂദയുടെ പുസ്തകം 3-ാം അധ്യായം, യൂദയുടെ പുസ്തകം 3-ാം വാക്യം. യൂദാ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അവൻ രക്ഷയെക്കുറിച്ച് എഴുതണമെന്ന് ആഗ്രഹിച്ചത്. And while the Apostle Jude was writing, he was talking about salvation. എന്നാൽ ദൈവത്തിന്റെ ആലോചന അവന് ലഭിച്ചത് നീ രക്ഷയെക്കുറിച്ചല്ല എഴുതേണ്ടത്, വിശ്വാസത്തെ എങ്ങനെ നിലനിർത്തണമെന്ന് അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു. And the Spirit of God was asking him to write about faith and how to sustain the faith. വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ ജനത്തെ പ്രബോധിപ്പിക്കാൻ അവനോട് പറഞ്ഞത്. And he was told to write about how people could contend for their faith. അതുകൊണ്ടാണ് താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കുവാൻ ഒരു വിശ്വാസി എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി താഴോട്ടുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. And if you read through that chapter, it says how you can sustain your faith and not fall from your faith. ഒരു ദൈവവൈതൽ വിശ്വാസത്തിനു വേണ്ടി എപ്രകാരം പോരാടണമെന്ന് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And it clearly mentions what you should do to fight for your faith. പൗലോസും ഈ വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നതിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. And also Apostle Paul writes about how to contend for your faith in Philippians chapter 1 verse 14. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ആ ഭാഗങ്ങളൊന്നും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ആമേൻ.
റോമാലേഖനം 8-ാം അധ്യായം 26-ാം അധ്യായം 26-ാം വാക്യം 39 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിലൊക്കെയും നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. And in Romans chapter 8 verse 26 to 32 it talks about how we can get the victory over all these. അവിടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇതിലൊക്കെയും നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താലാണ്. And he talks about a big list there and how we can conquer all those things, and it is through the power of the Holy Spirit. അപ്പോൾ ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് പോരാടി ജയിക്കേണ്ടതാണ്. And through the life of a believer you have to fight for your faith. എഫെസ്യലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. And in Ephesians 6 we read that we do not have battle against flesh and blood. ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത്, പിന്നെയോ ആ ലോകത്തിന്റെ അന്ധകാര ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. And we read that we have the battle against the darkness of the world. Praise the Lord. Hallelujah. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിച്ചെങ്കിലേ യഥാർത്ഥമായി നമ്മുടെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയത്തുള്ളൂ. And we read that we have to fight for our faith, and that's how we can go forward. Praise the Lord. അല്ലെങ്കിൽ ഞാൻ വാക്കുകളെ എളുപ്പം അവസാനിപ്പിക്കാം. കർത്താവിനദാസൻ പറഞ്ഞ സമയമാകുന്നു. അതുകൊണ്ട് നാം വായിച്ച കുറിവാക്യത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. നമ്മുടെ വിശ്വാസം വിലയേറിയ വിശ്വാസം ആകണമെങ്കിൽ പോരാട്ടം കഴിച്ചേ മതിയാകത്തുള്ളൂ. And I'm going to conclude now, and I've come to the guided words. If for our precious faith we have to fight the battle. എങ്ങനെയാ പോരാടേണ്ടത് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കൂടി ഓർപ്പിച്ച് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം. I'm going to conclude with how to fight for our faith. 2 പത്രോസ് 1-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വാസമുള്ള ഒരു ദൈവ പൈതൽ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് 7 കാര്യങ്ങൾ കൂടി അതിനോടുകൂടി ആഡ് ചെയ്തെങ്കിലേ നിന്റെ വിശ്വാസം വിലയേറിയ വിശ്വാസമായി മാറുകയുള്ളൂ. And in chapter 2 Peter chapter 1 verse 5 to 11 it says about 7 things that you have to do to keep your precious faith. അതിൽ ഒന്നാമത് പറയുന്നത് നിന്റെ വിശ്വാസത്തോടു കൂടി വീര്യം കൂട്ടണമെന്ന്. And the first thing that talks about the fierceness that you have to add to your faith. വീര്യം എന്ന് പറയുമ്പോൾ മോറൽ എക്സലൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. And the verse 5 talks about moral excellence. അതിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വിശ്വാസമുള്ള ഒരു ദൈവവൈതല് ശത്രുവിനെ കാണുമ്പോൾ അറച്ചു പോകരുത്, പുറകോട്ട് ഓടരുതെന്ന് അതിൻ്റെ അർത്ഥം. And it means that when you see the devil, you should not back off. അങ്ങനെ നമ്മൾ പോരാടേണ്ടത്. നമുക്കറിയാം, ചരിത്രഭാഗം നമുക്കറിയാം. ഹല്ലേലൂയ. നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദാവീദ് ഫെലിസ്ത്യന്റെ വെല്ലുവിളി കേട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. And we read about David when he saw the giant, he moved forward. അവന്റെ മേൽ ഉണ്ടായിരുന്ന ആത്മാവിന്റെ ശക്തി അവനെ ഉദ്യമിപ്പിച്ചു അവന്റെ നേരെ ചെല്ലുവാൻ. And the power of the Spirit that was in him, he led him forward. വിശ്വാസി എന്ന് നമുക്ക് പേരുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളെല്ലാം വിശ്വാസികളാ. എന്നാൽ നമ്മുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടിയെങ്കിലേ ശത്രുവിന് നേരെ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ. And I'm going to remind you, church, that you have to add the fierceness into the faith so that you can attain the precious faith. Praise the Lord. അവന്റെ വീര്യം കൂടിയത് കൊണ്ടാ അവൻ ചേട്ടന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് 5 കല്ലെടുത്തുകൊണ്ട് ഗോലിയാത്തിന് നേരെ ചെന്നത്. And that is the reason that even though his brothers were there, he came forward to the giant. അവൻ ഗോലിയാത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സേവിക്കുന്ന നീ നിന്ദിക്കുന്ന ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ
നാമത്തിലാ ഞാൻ നിന്റെ അടുത്ത് വരുന്നത്. And he is telling the giant that I come towards you in the name of the Lord. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സമയം മുൻപോട്ട് പോയതുകൊണ്ട് വിശദീകരിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. Let me conclude here. നിന്റെ വിശ്വാസത്തോടു കൂടി ഈ 7 കാര്യം: 1 വീര്യം, 2 പരിജ്ഞാനം, 3 ഇന്ദ്രജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഈ 7 കാര്യം കൂടെ കൂട്ടി ഒന്നിച്ച് മുന്നോട്ട് പോയെങ്കിലേ നിന്റെ വിശ്വാസം വിലയേറിയ വിശ്വാസമായി മാറുകയുള്ളൂ. And you have to add the things that are mentioned in verse 6, the knowledge, self-control, perseverance, godliness, and brotherly kindness. If you add all these things, then you can maintain your precious faith. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് മുമ്പ് നാം വായിച്ചതുപോലെ ഇപ്രകാരം പറയുന്നു: അവർ നമ്മെ കൂടാതെ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതിരിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി വലിയത് ഒന്ന് മുൻ നിയമിച്ചിരുന്നു. And in Hebrews again it says that he considered us that the others would not receive that accomplishment because he waited for us. ആ മുൻ നിയമത്തിനായി നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ ഇന്ന് പകൽ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ വിശ്വാസത്തോടു കൂടി വീര്യം, അതുപോലെ 7 കാര്യങ്ങൾ ആമേൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയിലെത്തുവാൻ നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Let us add those 7 things that to our precious faith so that we can sustain our precious faith, and may God help us to do that.